ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എൻ്റെ 4 AM മോർണിംഗ് റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഞാൻ രാവിലെ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ 3-4 മാസമായി. ഇപ്പം ചക്ര മെഡിറ്റേഷനാണ് ഈ ഒരു 1.5 മാസമായിട്ട് ചെയ്യുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൂജാമുറിയിലോട്ട് വിളക്ക് കത്തിക്കാനാണ് വരുന്നത്. വിളക്ക് കത്തിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എല്ലായിടത്തും പുണ്യാഹം തളിക്കും. പുണ്യാഹം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, നമ്മൾ കിണ്ടിയിൽ തലേദിവസത്തെ വെള്ളം മാറ്റി തുളസി ഇല വെച്ചിട്ട് എല്ലായിടവും വെള്ളം തളിക്കും. കിച്ചണും ലിവിങ് റൂമും ഒക്കെ വെള്ളം തളിക്കും. മുരളിയേട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന റൂം മാത്രം ഞാനത് ക്ലോസ് ചെയ്തിങ്ങി വെക്കും. പിന്നെ പൂജാ റൂമൊക്കെ തളിച്ചിട്ട് വിളക്ക് കത്തിക്കും. വിളക്ക് ഞാൻ 5 തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഒരു നെയ് വിളക്കും കൂടെ വെക്കും കേട്ടോ. ഇപ്പം ഞാൻ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ മെഡിറ്റേഷനിൽ കൂടെ തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പം മെഡിറ്റേഷൻ്റെ പുതിയ ബാച്ച് May 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അതൊരു ഫ്രീ കോഴ്സാണ്. ചക്ര മെഡിറ്റേഷൻ ഫ്രീ അല്ല. ചക്ര മെഡിറ്റേഷൻ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നെക്സ്റ്റ് ബാച്ച് ആയിട്ടില്ല. അതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 5:50 ആയപ്പോഴത്തേക്കും എൻ്റെ മെഡിറ്റേഷൻ രാവിലത്തെ കഴിഞ്ഞു. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ 7 ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം, അനുഭവിച്ചറിയണം എന്ന് പറയത്തില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നമുക്ക് നല്ലൊരു മെൻ്റലി ഭയങ്കര ഒരു പീസ്ഫുൾ ഇതാണ്. പിന്നെ ഞാൻ തലേദിവസം ചിയാ സീഡ് വെള്ളത്തിൽ എനിക്ക് മുരളിയെണ്ണം കുതിർത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പം അത് രാവിലെ കുടിക്കും. ഓരോ വീക്ക് ഓൾട്ടർനേറ്റ് ചെയ്താണ്. ഒരു വീക്ക് ചിയാ സീഡ് ആണെങ്കിൽ അടുത്ത വീക്ക് ഉലുവ തലേദിവസം കുതിർത്തിടും. അങ്ങനെ ഈ വീക്ക് ചിയാണ് ഇട്ടിരുന്നത്. പിന്നെ ഫ്രീസറിൽ നിന്ന് ഞാൻ ചിക്കൻ ഒന്ന് വെള്ളത്തിലിടാനാണ്. ഇത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. അത് ഫ്രഷ് ഹോമിൽ നിന്നാണ് മേടിക്കുന്നത്. അതപ്പം ഒന്ന് ഐസായിട്ടിരിക്കുമായിരിക്കുമല്ലോ. ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പോയി. എനിക്ക് എക്സസൈസ് പരിപാടിയൊക്കെ ഉണ്ട് രാവിലത്തെ. ചില ദിവസം എനിക്ക് ഉറക്കം വന്നാൽ ചിലപ്പം ഭയങ്കര ടയർഡായിട്ട്, ഈ തലേദിവസം മരുന്നൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ടയർഡായിട്ട് തോന്നി ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അന്ന് രാവിലത്തെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പം ഞാൻ പോയി എക്സസൈസ് ചെയ്യും. അതപ്പം ഞാൻ ഫിക്സഡ് അതല്ല എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആദ്യം ഞാനിപ്പോൾ ബാൽക്കണിയിലോട്ടൊക്കെ വന്ന് ചെടികളോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളയും. ആ പരിപാടിയും രാവിലെ 6 മണി സമയത്തൊക്കെ നല്ല രസമല്ലേ. കിളികളുടെ ഒച്ചയും ഒക്കെ നല്ല രസമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ 1-2 കിളികൾ വന്നിരിക്കാറുണ്ട് കേട്ടോ. പിന്നെ സൈക്ലിംഗ് ചെയ്തു. സൈക്ലിംഗ് അല്ലെങ്കിൽ സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരമാണെങ്കിൽ ഞാൻ 10 പ്രാവശ്യം ചെയ്യും. സൈക്ലിംഗ് ഒരു 30 മിനിറ്റ്സ് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ വീണ്ടും കിച്ചണിൽ വന്ന് ഉച്ചക്കത്തേക്ക് ഇന്നൊരു പുട്ട് ബിരിയാണിയാണ് പ്ലാൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ നിങ്ങൾക്ക് കൂടെ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടപ്പോൾ 3 വലിയ സവാള ഒന്ന് തുണിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 കിലോ ചിക്കൻ ഇട്ടേക്കുന്നത്. സവാള സ്ലൈസ് ചെയ്ത് വെക്കുക. ഇതിന് അരപ്പ് വേണ്ടിയത് ഇഞ്ചി ഒരു വലിയ കഷ്ണം വേണം. പിന്നെ ഇഞ്ചി എത്ര എടുത്തോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെളുത്തുള്ളി വേണം കേട്ടോ. ഇഷ്ടംപോലെ വെളുത്തുള്ളി വേണം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളൊരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തെങ്കിൽ അതിൻ്റെ ഡബിൾ വെളുത്തുള്ളി അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് ചതച്ചെടുക്കുക. അതാണ് നമ്മുടെ അരപ്പ് പരിപാടി. പച്ചമുളക് ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. ഇത് തീരെ എരിവില്ല, ഇങ്ങനെ കാഴ്ചക്കൊക്കെ ഭംഗിയുള്ളൂ. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടാൽ കൊള്ളാം, കീറിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയും കൂടി ഇട്ട് വേണം ചതയ്ക്കാനായിട്ട്. കറിവേപ്പില സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാവരും ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് കറിവേപ്പില കൂടി ഇട്ട് ചതയ്ക്കണം കേട്ടോ, എന്നാലേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ഈ പരുവത്തിൽ ഒന്ന് ചതഞ്ഞ് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഈ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇനി നമുക്ക് ചിക്കൻ പരിപാടിയിലോട്ട് കിടക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ഒരു മണമൊക്കെ പോകാൻ, വല്ലാത്ത മണമല്ല, അത് പോകാനായിട്ട് വിനീഗർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഞാൻ പിന്നെ ഇത് തന്നെ പുട്ട് ബിരിയാണിക്ക് ബോണുള്ള ചിക്കനാണ് എപ്പോഴും നല്ലത് കേട്ടോ. മുരളിയേട്ടന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് എടുത്തത്. അത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷമിക്കുക. മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പെപ്പറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണേ. ഈ പുട്ട് ബിരിയാണിയല്ലേ, അപ്പോൾ പുട്ട് നനച്ചെടുക്കണം. 1 കപ്പ് പുട്ടാണ് എടുക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് എടുത്താൽ മതി, മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല. ഞാൻ 1 ഗ്ലാസ് എടുക്കുന്നതേ ഉള്ളൂ. പുട്ട് നനയ്ക്കാൻ പുട്ടിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ചൂടുവെള്ളത്തിൽ പുട്ട് നനച്ചെടുക്കണേ. സാധാരണ കുറേ പേരൊക്കെ പുട്ട് നനച്ചിട്ട് അത് മിക്സിയിലിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടിച്ചെടുക്കാറുണ്ട്. ഞാൻ ആ പരിപാടി ചെയ്യാറില്ല കേട്ടോ. എനിക്ക് നോർമൽ ചൂടുവെള്ളത്തിൽ നനയ്ക്കുമ്പോൾ തന്നെ പുട്ട് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തന്നെയാണ് വരാറ്.
പിന്നെ ഈ പുട്ടിന് നമ്മൾ തേങ്ങ ഇടയ്ക്ക് ലെയർ ചെയ്യുന്നില്ല, അതിന് പകരം പുട്ട് ഒരു വിധം നനച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങ തിരുമിയതും കൂടി ഇട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ലെയർ ചെയ്യുന്ന പരിപാടി ഇല്ല, ഇത് ബിരിയാണി ആയതുകൊണ്ട് തന്നെ. അപ്പം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് നനച്ചിട്ട്, പുട്ട് നനച്ചത് കറക്റ്റായോ നോക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, കയ്യിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് ഉരുട്ടി ബോളാക്കി നോക്കുക. ബോൾ കറക്റ്റായിട്ട് സെറ്റായെങ്കിൽ നമ്മൾ പുട്ട് നനച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അത് റെഡി ആയി. ഇനി അത് കുറച്ച് നേരം അടച്ച് അങ്ങോട്ട് മാറ്റി, 10-15 മിനിറ്റ് എങ്കിലും പുട്ട് നനച്ചത് അടച്ച് മാറ്റി വെച്ചാൽ പുട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ആ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നൊരു ബൺ ആണ് കേട്ടോ. ഞാൻ ബ്രെഡും ബണ്ണൊക്കെ കഴിച്ചിട്ട് ഓൾമോസ്റ്റ് 1 മാസമായി. പക്ഷെ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അങ്ങനെ എനിക്ക് കൊതി വന്നു ബണ്ണൊക്കെ കഴിക്കാനായിട്ട്. പക്ഷെ ഡയറ്റിംഗ് നോക്കിയിട്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞു കേട്ടോ, കണ്ടാൽ തോന്നുന്നില്ലേ, കുറഞ്ഞിട്ടുണ്ട്. അപ്പം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. അതിലോട്ട് അകത്ത് ഞാൻ ചീസ് സ്ലൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോന്നിൻ്റെ അകത്ത് ഓരോ ചീസ് സ്ലൈസ് വെച്ചു. എന്നിട്ട് പക്ഷേ ഞാനിവിടെ ബൺ മേടിച്ച് വെക്കും, മുരളിയുടെ ഇടയ്ക്കൊക്കെ രാവിലെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് 8:30 ആവും, മുരളിയുടെ 7:30 ആകുമ്പോൾ മറന്നിട്ട് ഒന്നൊരു വിശന്നാൽ മുരളിയുടെ എടുത്ത് കഴിക്കും. ഞാൻ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് നവ്യയുടെ ബൺ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും, എനിക്ക് മുരളിനെ കഴിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി പാലൊഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി, ടോസ്റ്റ് നല്ലതാണ് കേട്ടോ. വെറുതെ ഈ റീൽസൊക്കെ കണ്ട് കൊതി വന്നിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ വേറൊരു പരുവം, ഫ്രഞ്ച് ടോസ്റ്റ് മുട്ട പാല് മുക്കി എടുക്കത്തില്ല, ഇവർ അതിന് പകരം പാലിൽ അങ്ങ് ഒഴിച്ചെടുക്കുന്നേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. ബട്ടറും പാലും എല്ലാം കൂടെ അതിന് ടേസ്റ്റിയാണ്. വല്ലപ്പോഴൊക്കെ കഴിക്കാം, എന്നും കഴിച്ചാൽ വണ്ണം വെക്കും, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ട. പിന്നെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരു 15 മിനിറ്റ് കേട്ടോ. ഇതങ്ങനെ ഓവർ ഫ്രൈ ആവണ്ട, എല്ലാം കൂടെ ഒരു 15 മിനിറ്റ്സ് മതി. ചിക്കൻ ഒരു 3/4 വേവായി വരണം, എല്ലാ സൈഡും ഒന്ന് ശകലം ഒരുങ്ങി വരണം. അതാണ് ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നത് പറഞ്ഞു. ഒരു സൈഡ് ഒരു 8 മിനിറ്റ് അങ്ങനെ. പിന്നെ ആ സമയത്ത് നമുക്ക് ആദ്യത്തെ പുട്ട് കുറ്റി ആവി കയറ്റാൻ വെക്കാം. 1 കപ്പ് പുട്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ കുഴൽ കുറ്റിയാണെങ്കിൽ 2 കുറ്റി ഉണ്ടാവും കേട്ടോ മൊത്തം. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് തേങ്ങയൊന്നും ലെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഫസ്റ്റ് കുറ്റി വെച്ചു. പിന്നെ ചിക്കൻ പകുതി ആകുമ്പോൾ അതൊന്ന് മറിച്ചിടണം. ഒരു 7 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ മുരിച്ചെടുക്കണം. അങ്ങനെ 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. ചിക്കൻ്റെ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ചിക്കൻ്റെ ടിഷ്യൂ പേപ്പറിലോട് എടുത്തിട്ടാൽ മതി. കിച്ചൺ ടിഷ്യൂ, നോർമൽ ടിഷ്യൂവിൽ കിച്ചൺ ടിഷ്യൂവിൽ അതിൽ ഉള്ള എണ്ണയും കൂടെ അങ്ങ് കിച്ചൺ ടിഷ്യൂവിൽ ആയിക്കോളും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണ്ട. ആ സെയിം ഇതിലോട്ട് തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി കറിവേപ്പില പേസ്റ്റ് ഇട്ട് ഒന്ന് വഴച്ചെടുക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് ഇതിലോട്ട് തന്നെ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇടണം. സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം കേട്ടോ, നന്നായിട്ട് വഴഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് മുരളിയെ തന്നെ വിളിച്ചു. അപ്പുറത്ത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ച് ഫ്ലാറ്റില്ലേ, അവിടെ എന്തോ ലഡ്ജ് വെക്കാനായിട്ട് ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ആദ്യത്തെ കുറ്റി പുട്ടും കൂടെ ഇറക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഞാൻ ഈ ഫ്ലെയിമും എല്ലാം അങ്ങ് ഓഫ് ചെയ്തു. ഇടയ്ക്ക് പോകുന്ന എന്ത് പാടാണെന്നറിയാം. എന്നാലും പിന്നെ ചെന്നു. ഞാൻ കുക്ക് ചെയ്യുന്നത് പകുതി വെച്ച് നിർത്തിയിട്ട് വന്നു. അപ്പോഴത്തേക്കും അവിടെ കാർപ്പൻ്റർ ലഡ്ജ് ഫിറ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞു. സവോള ഓഫ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇടപെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റായിരുന്നു പറയാം. ഇല്ല, ഇത്രയും മുരളിയുടെ തന്നെ എല്ലാത്തിലും ഇടപെട്ടോണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ പിടിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞ എന്റെ പുട്ട് ബിരിയാണി പകുതിക്ക് വെച്ചിട്ടിട്ട് ഇത് സ്ഥിരം ഈ ഇതുണ്ടല്ലോ, ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല. അവസാനം കുറ്റം പറയാൻ വേണ്ടി ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ അനിത വരുമ്പോ ഇതെല്ലാം ഉണ്ടാക്കി തീർത്താലേ പാത്രം കഴുകാൻ പറ്റുള്ളൂ, പാത്രം കഴിക്കാൻ പറ്റും. അത് അമ്മ കുറ്റം പറയും, ഞാനല്ല പറയുന്നത്, അമ്മയാണ് പറയുന്നത്. അമ്മയെ പേടിച്ച എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ അത് വിട്ടിട്ട് ഓരോ ലഡ്ജ് ഇങ്ങനെ ഹൈറ്റ് ഇപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരെണ്ണം ഒന്ന് എടുക്കും. ഞാൻ പറഞ്ഞു അല്ല, അത് ഇങ്ങനെ വെച്ചാൽ മതി. കുറച്ച് പൊക്കത്ത് വന്നാലും കുഴപ്പമില്ല. അല്ല, അത്രയും പൊക്കം മതി മല്ലോ, ഒരുപാട് പൊക്കം വേണ്ട. ആ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും ഒരേപോലെ വേണം. ആ അതെ, ആ കുഴപ്പമില്ല. അതെ, ആ അല്ല, അത്രയും വലിയ ഗ്യാപ്പ് വൃത്തിയേടാ. ഇത്രയും മതി, ചെറിയ ഗ്യാപ്പ് മതി. ആ ഓ, അങ്ങനെ കത്തുമല്ല. ഞാൻ 3 ഷെയ്ഡുണ്ടോ? ആ ആ ആ
ഓക്കെ. ആ ഇല്ല, ന്യൂട്രൽ 3 ഷെയ്ഡാണ് ഉള്ളത്. വാം, ബ്രൈറ്റ്, ന്യൂട്രൽ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എന്താ വീട്ടിനകത്തോട്ട് കയറിയപ്പം വെളിയിൽ നിന്ന് കയറിയോണ്ടാണ് ബ്ലൂ കളറിലിരിക്കുന്നത്. റൂമിലോട്ട് വന്ന സ്ഥിതിക്ക് ഈ ഒരു പുതിയ ചെയർ കണ്ടോ, നമ്മുടെ ഫേവററ്റ് റോക്കിംഗ് ചെയർ കൊടുത്തെന്ന് വെച്ചാൽ ഈ വീട്ടിൽ മുരളിയേണ്ണ ഇരിക്കാൻ ഒരു ചെയർ ഇല്ലായിരുന്നു 2 ആഴ്ചയായിട്ട്. മുരളിയേണ്ണ ഇങ്ങനെ ഭയങ്കര വെപ്രാളപ്പെട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബാക്ക് പെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ബാക്ക് പെയിൻ കാരണം മുരളിയേണ്ണ ഈ സോഫയിലും ആ റോക്കിംഗ് ചെയറിലും ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം മറ്റേ റോക്കിംഗ് ചെയർ OLX-ൽ എടുത്ത് കൊടുത്തു. അതൊരു ഭയങ്കര ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാൾ മേടിച്ചുകൊണ്ട് പോയി. കുഴപ്പമില്ലാത്ത വില കിട്ടി, വലിയ വിലയൊന്നും കിട്ടിയില്ല, കുഴപ്പമില്ലാത്ത വില കിട്ടി. അപ്പം ഇന്നലെ പോയി ഈ ചെയറിൻ്റെ ചെയറാണ്. ഇതാകുമ്പോൾ മുരളിയേണ്ണ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയറിൽ ഇരിക്കാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെവിടെന്നാ, അയ്യോ കടയുടെ പേരും മറന്നു പോയല്ലോ, ബീസ്പോക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണിത്. കുഴപ്പമില്ല എന്നാണ് മുരളിയുടെ പറഞ്ഞത്. അവിടെ ആ കടയിൽ ഒരു 15 മിനിറ്റ് നേരം പല ചെയറുകളിൽ മാറി ഓരോ ചെയറും ഒറ്റയടിക്കിരുന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം മുരളിയുടെ പറ്റുന്ന ഹൈറ്റ് ഇങ്ങനത്തെ വെർട്ടിക്കൽ ചെയറിൽ, ഈ ചെയറിൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഇരുന്നിട്ട് അവിടുത്തെ ഷോപ്പ് അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞായിരുന്നു ഇരുന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം അവസാനം ഇരുന്ന് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയിട്ടാണ് എടുത്തത്. തിരിച്ചെത്തി വീണ്ടും സവോള എല്ലാം ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ പൊടികളിട്ട് മൂപ്പിക്കാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ 2.5 ടീസ്പൂൺ കൊറിയാണ്ടർ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിം. ഇതിപ്പോൾ എൻ്റെ ഒരു കാസ്റ്റ് അയൺ പാനാണ്, അതുകൊണ്ട് വേഗം പരിപാടിയെല്ലാം പെട്ടെന്ന് ആയി വരും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ആ മസാല ചിക്കനിൽ കൂട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എടുത്തത് ഗരം മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ. പെരിഞ്ചീരകം ഞാൻ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് പെരിഞ്ചീരകം ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ സവോള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്, തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം. ആ ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം ഒഴിച്ച് കാണും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. ചിക്കൻ 3/4 വേവായിട്ടുള്ളൂ, ബാക്കിയും കൂടെ വേകാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ ചിക്കൻ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ്ട് ഈ പരുവായി നല്ലൊരു കളറൊക്കെ ആയി വരും. ഇനി ഇതിലോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഒന്നെങ്കിൽ 1-ാം പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. എൻ്റെ മടിക്ക് എനിക്ക് തേങ്ങാപ്പാലൊന്നും പിഴിയാൻ വയ്യായിരുന്നു, അതുകൊണ്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തു. അപ്പം കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ നല്ല കട്ടിക്ക് എടുക്കുക. എടുത്തേക്കുന്ന 1 കപ്പോളം എടുത്ത് വെക്കുക. പക്ഷെ അത് മുഴുവൻ ഒഴിക്കേണ്ട, ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ബാക്കി ആവശ്യം വരും, ലാസ്റ്റ് ആവശ്യമുണ്ട്. ഒരു 1/2 കപ്പോളം ഇതിൽ ഒഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പിലയൊക്കെ ഇട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഈ ചിക്കൻ കറി കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അത് നല്ലൊരു കറിയാണ്, ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാം. അത് മാറ്റി വെക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാനിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഉപ്പും വെച്ച് ഒന്ന് ചിക്കി എടുക്കുക. ഇത് നമുക്ക് പുട്ടിൻ്റെ മുകളിൽ ലെയർ ചെയ്യാനാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് സവോള കാഷ്നട്ടൊക്കെ ലെയർ ചെയ്യില്ലേ, അതേപോലെ പുട്ട് ബിരിയാണിയുടെ മുകളിൽ നമ്മൾ മുട്ടയാണ് ലെയർ ചെയ്യുന്നത്. അപ്പം 2 മുട്ട ഒന്ന് ചിക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക, ഉപ്പും കൂട്ട്, അത്രേ ഉള്ളൂ. ആ സമയത്ത് ആ മുട്ടയായി വരുന്ന സമയത്ത് ഞാൻ 2 കുറ്റി പുട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണ്. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മുട്ട വെന്ത് കഴിയും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ആക്കി എടുത്താൽ മതി. ഇനി ആ മുട്ടയുടെ പാനിലോട്ട് തന്നെ, മുട്ടയുടെ പാൻ തന്നെ എടുത്താൽ മതി. എനിക്ക് ആ പാൻ ചെറുതായി പോയതുകൊണ്ട് ഞാനൊരു വലിയ പാൻ എടുത്തു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുക. പിന്നെ അതിലോട്ട് ഒരു 3-4 കിസ്മിസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കിസ്മിസ് ഓപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ ഇടുക. പിന്നെ ഒരു വലിയ സവോള. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോസസ്സ് എന്തിനാ ഡയറക്റ്റ് ചിക്കൻ കറിയിലോട്ട് ലെയർ ചെയ്താൽ പോരെയെന്ന് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുട്ടും ചിക്കൻ കറിയും നോർമലായിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കത്തില്ലേ, ആ സെയിം ടേസ്റ്റേ വരത്തുള്ളൂ. പുട്ട് ബിരിയാണി നമുക്ക് അതിന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ചിക്കൻ ഒരുപാട് നോർമലി എപ്പോഴും കാണുന്നല്ലേ, ചിക്കനും പുട്ടും കൂടെ ലെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോൺസും പുട്ടും കൂടെ ലെയർ ചെയ്യുന്നു. അതെല്ലായിടത്തും കിട്ടുന്നൊരു സംഭവമല്ലേ. അപ്പോൾ അതും ഇതുമായിട്ട് ഡിഫറൻസ് ഉണ്ടാകത്തില്ല. പുട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ചെയ്താലേ അതിനൊരു വേറിട്ട ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതേപോലെ നെയ്ക്കകത്ത് കിസ്മിസും സവോളയും കൂടെ ഈ സവോള വഴറ്റുമ്പോൾ ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ ആ ചിക്കൻ്റെ ഗ്രേവി മാത്രം ഇതിനകത്തോട്ട് ഇടുക. ചിക്കൻ പീസസ് വേണ്ട, ആ ഗ്രേവിയിൽ കുറച്ചൊരു 3/4 ഗ്രേവിയോളം ഇതിനകത്തോട്ട് ഇട്ട്
ഈ സവോളയും ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ പുട്ടും കൂടി ഇട്ട് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ആകുമ്പോൾ പുട്ട് നല്ല മസാല കോട്ടഡ് പുട്ടാവും. നല്ല സാധാരണ പുട്ട് നമുക്ക് എപ്പോഴും ഒരു കറിയുടെ കൂടെ ഡ്രൈ ആയിട്ട് കഴിക്കാതെ എപ്പോഴും ഒരു കറിയുടെ കൂടെ കഴിക്കാനല്ലേ ഇഷ്ടം. പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ പുട്ടും ചിക്കൻ കറിയും ആ ഒരു മിക്സാക്കി കുഴച്ച് കഴിക്കാനല്ലേ പുട്ട് ഇഷ്ടം. അതേപോലെ ആ മസാലയിൽ കോട്ട് ചെയ്തിരിക്കാനാണ് ഈ പുട്ടെല്ലാം കൂടെ അതിനകത്തിട്ട് നല്ല മസാലയിൽ പെരട്ടി എടുക്കണം. ഒരു 3-4 മിനിറ്റ് അത് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഈ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കണം. അങ്ങനെ പുട്ട് ബിരിയാണിയുടെ ഒരു 80% സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ദം ചെയ്യൽ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് രണ്ടും കൂടെ ലെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ പകുതിയോളം ഇതിനകത്തോട്ട് ചേർക്കുക. നടുക്ക് എന്നിട്ട് ആ ചിക്കൻ പീസസ് ഇല്ലേ, മസാല ചിക്കൻ പീസസ്, ആ ചിക്കൻ പീസസ് നടുക്കോട്ടിടുക. പിന്നെ ബാക്കി പുട്ട് ഏറ്റവും മുകളിലിടുക. ഇത് ഇങ്ങനെ ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ലേ മറ്റേതുപോലെ ചെയ്യുകയാണെങ്കിൽ നോർമൽ ആ ഒരു ചിക്കൻ പുട്ട്, ഇറച്ചി പുട്ട് ആ ഒരു ഇതേ കാണത്തില്ല. ഇങ്ങനെ ചെയ്താൽ ആ പുട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ആ മസാല പുട്ടെല്ലാം കൂടെ മുകളിലിട്ട് പിന്നെ ഏറ്റവും മുകളിലോട്ട് നമ്മളുടെ മുട്ട സ്ക്രാമ്പിൾഡ് ഇടുക. ഒരു പരിപാടിയും കൂടെ ഉണ്ട്, തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് എന്തൊരു മണമെന്ന് പറയുക, നല്ല സൂപ്പർ കുഴഞ്ഞ തേങ്ങാപ്പാലൊക്കെ കുഴഞ്ഞ പുട്ടും ചിക്കനും. എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. നല്ല എക്സലൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്കണം, അപ്പം മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ്. ഇത് നല്ല ലഞ്ചിനൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ പോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും എനിക്ക് പുട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ അടച്ച് വെച്ചിട്ട് അടിയിൽ ഒരു ദോശക്കല്ലോ ചപ്പാത്തിക്കല്ലോ ഒക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. ദം വേണേൽ കഴിക്കാൻ നേരത്ത് ചെയ്താലും മതി കേട്ടോ. അപ്പം നല്ല ചൂടായിട്ട് പുട്ട് കഴിക്കാമല്ലോ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കഴിക്കാൻ നേരത്തായി ദം പ്രോസസ്സ് ചെയ്തത്. ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. കഴിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങ് ആ സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ചൂടായിട്ട് കഴിക്കുന്ന ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ പപ്പടം മസ്റ്റാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പുട്ടായതുകൊണ്ട് തന്നെ പപ്പടം ഇല്ലെങ്കിൽ രക്ഷയില്ല. നോർമൽ ബിരിയാണിക്ക് പപ്പടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ബിരിയാണിക്ക് പപ്പടം മസ്റ്റാണ്. പിന്നെ ഒരു ചട്നി ഉണ്ടാക്കാം, വെളുത്ത ചട്നി. അത് മല്ലിയിലയും പുതിനയിലയൊക്കെ വെച്ച് അരച്ചാൽ സൂപ്പറാണ്. പച്ചമുളക്, വെളുത്ത എണ്ണ, ഞാൻ ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് അരച്ചു കേട്ടോ. നമ്മുടെ വാളം പുളിയില്ലേ, അതും കൂടെ ചേർത്ത് അരച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വാളം പുളി ചേർത്ത് മല്ലിയില പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇച്ചിരി ചേർത്ത് ഒരു പച്ചമുളക് ഇട്ട്, ഇഞ്ചി വേണ്ട, പച്ചമുളക് ഇട്ട് ഒരു ചമ്മന്തി അരയ്ക്കുക. സൂപ്പർ കോമ്പിനേഷനാണ് ഇത്. ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ജസ്റ്റ് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ ആവി കയറ്റിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സലൻറ്റ് സംഭവമാണ് നമ്മുടെ പുട്ട് ബിരിയാണി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങി 1 മണിക്കൂർ ഉച്ചയ്ക്ക്. പിന്നെ രാവിലെ ഞാൻ ഉറങ്ങിയില്ലെന്നല്ല, ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ചെയ്യാറുണ്ട്. ഇത് മുരളിയേട്ടൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു കൊടുത്ത എക്സസൈസാണ്. മുരളിയേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ്സ്, എൻ്റെ മസിൽസൊക്കെ വീക്കാണ്, അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ്സ് ചെയ്യും. ഞാനത് പണ്ടേ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഡംബിൾസ് വെച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇപ്പം മുരളിയേട്ടൻ ഈ ബാൻഡൊക്കെ മേടിച്ച് വെച്ചത് കൊണ്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ മുരളിയേട്ടൻ മേടിച്ചത് അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. മുരളിയേട്ടൻ്റെ ബാക്ക് പെയിന് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുട്ടാണല്ലോ പ്രശ്നം, അതുകൊണ്ട് ഞാൻ എൻ്റെ കാലിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നു. അങ്ങനെ കാലിനും എൻ്റെ കൈക്കൊക്കെ വേദനയാണ്. അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ചു. എൻ്റെ തുളസിത്തറ എങ്ങനെയുണ്ട്? ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ് കേട്ടോ. കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹമാണ് ഇങ്ങനെ തുളസി ചെടി തുളസിത്തറയിൽ നട്ടിട്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കണം. ഞാൻ നേരത്തെ വെളിയിൽ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു തട്ടത്തിൽ കൊണ്ട് മേശയിൽ കത്തിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുളസിത്തറയിൽ കത്തിച്ച് വെക്കുന്ന ഒരു പ്രത്യേക ഐശ്വര്യമല്ലേ തുളസി. ഇത് ജസ്റ്റ് ഒരു പോട്ട് പോലെയാണ്. അതിൻ്റെ മുകളിൽ തുളസി മണ്ണിൽ നട്ട് വെച്ചിട്ട് അകത്ത് നമുക്ക് വിളക്ക് കത്തിച്ച് നല്ല രസമല്ലേ കാണാൻ. ചെറിയൊരു പോട്ടാണ്. ഞാനിങ്ങനെ ഓൺലൈൻ തപ്പി അവസാനം മേടിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ ടാഗ് ചെയ്യാം കേട്ടോ. വേണ്ടവർ നോക്കിയാൽ മതി. സൂപ്പർ സംഭവമാണ്. ഞാനിപ്പോൾ ഒരു 1.5 മാസമായി, 1.5 അല്ല, എനിക്കൊന്ന് 2 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു നല്ല പോസിറ്റിവിറ്റി തരും അത് കാണുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ വൈകുന്നേരം. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.